അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ വലിയൊരു നിഅമത്താണ് അള്ളാഹുവിൻ്റെ മാസമായ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മാസമായ, അവൻ്റെ അടിമകൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുന്ന, അടിമകളുടെ ദുആക്ക് ഇജാബത്ത് ഉറപ്പു പറഞ്ഞ പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ മാസമായ റജബ് മാസത്തിലാണ് നാം എല്ലാവരും ഇന്ന് നിലകൊള്ളുന്നത്. ഈ പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ മഹത്വങ്ങൾ, പ്രത്യേകതകൾ, ഈ മാസത്തിൽ നമ്മൾ ഇബാദത്തെടുത്താൽ അതിന് ലഭിക്കുന്ന പ്രതിഫലം, അതൊക്കെയും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എന്നാൽ നമുക്കറിയാം, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ റജബ് മാസത്തിലെ ഈ ആദ്യത്തെ 10 ദിവസം ഈ മാസത്തിലെ ഏറ്റവും മഹത്വമേറിയ, ദുആക്ക് ഇജാബത്ത് ഇരട്ടിയായ ഉറപ്പുള്ള ദിവസങ്ങളാണ്, സമയങ്ങളാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു ചെറിയ ദുആ പറഞ്ഞു തരുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുന്ന സമയത്ത്, എന്തെങ്കിലും കാര്യങ്ങൾ നടന്നു കിട്ടാൻ ആഗ്രഹിക്കുന്ന സമയത്തൊക്കെ മുത്തുനബി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നൊരു ദുആയായിരുന്നു ഇത്. ചെറിയൊരു ദുആയാണ്. ഈ ദുആ നമ്മൾ ഒരു വട്ടം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നമ്മുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ആ ആഗ്രഹം നിറവേറ്റിത്തരും. അത്രക്കും ഇജാബത്തുള്ളൊരു പ്രാർത്ഥനയാണ് ഇത്. മാത്രമല്ല, ഈ പരിശുദ്ധമായ റജബ് മാസം ഇന്നത്തെ രാത്രി നിങ്ങൾ മഗ്രിബിൻ്റെ ശേഷം ഈ ദുആ ഒരു വട്ടം ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്യാൻ മറക്കല്ലേ. റജബ് മാസം നമ്മൾ ദുആ ചെയ്യുന്നത് അല്ലാഹു സുബ്ഹാനഹു തആല വളരെ വേഗത്തിൽ സ്വീകരിക്കും. എന്നാൽ ഈ ഒരു പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ദുആ ചെയ്താൽ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആലയോട് പറഞ്ഞു കഴിഞ്ഞാൽ ദുആക്ക് ഇജാബത്ത് ഇരട്ടിയാണ്. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തിരുന്ന ഒരു പ്രാർത്ഥനയാണ് ഇത്. അല്ലാഹു സുബ്ഹാനഹു തആലാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൃഷ്ടിയാണ് മുത്തുനബി. ഈ ലോകവും നമ്മെയും സർവ്വചരാചരങ്ങളും എല്ലാം പടക്കാൻ കാരണം, സ്വർഗവും നരകവും എല്ലാം പടക്കാൻ കാരണം മുത്തുനബിയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തിരുന്ന ഒരു പ്രാർത്ഥനയാണിത്. അതുകൊണ്ട് തന്നെ മറക്കാതെ ഈ റജബ് മാസം ഇന്നത്തെ രാത്രി നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഈ ഒരു പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീക്ക് നൽകട്ടെ. ഈ ദുആയുടെ ബറക്കത്ത് കൊണ്ടും പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ടും സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നിറവേറ്റിത്തരട്ടെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. രോഗങ്ങളെ തൊട്ട് അള്ളാഹു കാക്കട്ടെ. രോഗങ്ങൾ ഉള്ളവരുടെ രോഗങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല വളരെ വേഗത്തിൽ ശിഫയാക്കി നൽകട്ടെ. കടങ്ങളെ തൊട്ടും മറ്റെല്ലാ പ്രയാസങ്ങളെ തൊട്ടും അള്ളാഹു കാക്കട്ടെ. സാമ്പത്തിക ഐശ്വര്യം നമുക്കെല്ലാവർക്കും നൽകട്ടെ. നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. ജീവിതത്തിൽ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ഐശ്വര്യത്തോടു കൂടിയും മരണം വരെ ആരുടെയും മുന്നിൽ കൈനീട്ടാതെ, തലകുനിക്കാതെ അന്തസ്സോടു കൂടി ജീവിക്കാനുള്ള ഒരു തൗഫീക്ക് നമുക്കെല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു തആല പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട ഒരു ചെറിയ ദുആയാണ് ഇത്. ഈ ദുആ ജീവിതത്തിൽ ചൊല്ലുന്നവർക്ക് ഒരിക്കലും പ്രയാസങ്ങളുണ്ടാകില്ല. അവർക്കൊരിക്കലും പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ അപകടങ്ങളോ ദുരിതങ്ങളോ ഒന്നും തന്നെ റബ്ബ് സുബ്ഹാനഹു തആല നൽകില്ല. മാത്രമല്ല, അവർക്ക് സാമ്പത്തികമായിട്ടോ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഒരു കുറവും ഉണ്ടാകില്ല. അവർക്ക് കടങ്ങൾ ഉണ്ടാകില്ല. അവരുടെ ആഗ്രഹങ്ങളും അവരുടെ ഉദ്ദേശങ്ങളുമൊക്കെ റബ്ബ് സുബ്ഹാനഹു തആല അവർ ഉദ്ദേശിച്ചതിനേക്കാൾ, അവർ വിചാരിച്ചതിനേക്കാൾ ഭംഗിയായിട്ട് അവർക്കത് നിറവേറ്റി കൊടുക്കും. അതുപോലെ പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിൽ ജീവിതത്തിൽ പല പ്രയാസങ്ങൾ വരും. ചില സന്ദർഭങ്ങളിൽ നമുക്ക് ജീവിതം തന്നെ മടുത്തു പോകുന്ന ചില സമയങ്ങളുണ്ട്. പലർക്കും ആ സമയത്ത് ജീവിതം തന്നെ അവസാനിച്ചാലോ എന്ന് പലർക്കും തോന്നിപ്പോകും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയാസങ്ങൾ നീങ്ങാൻ, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയാൻ,
നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു ആത്മവിശ്വാസവും ഒരു ധൈര്യവും, എത്ര വലിയ പ്രശ്നമാണെങ്കിലും പ്രയാസമാണെങ്കിലും അത് നേരിടാനുള്ള, അതിനുള്ള ഒരു പരിഹാരമാർഗം കണ്ടെത്താനുള്ള ഒരു മനക്കരുത്തും ഒരു ആത്മവിശ്വാസവും ആത്മധൈര്യവും നിങ്ങൾക്ക് ലഭിക്കാൻ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് നിങ്ങൾ ഈ ഒരു ദുആ ഒരു വട്ടം ചൊല്ലിയാൽ മതി. എന്നാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ പ്രയാസം നിങ്ങൾക്ക് മാറിക്കിട്ടും. ആ പ്രയാസങ്ങൾ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുകയും നിങ്ങൾ അത് പരിഹരിക്കുകയും ചെയ്യും. നിങ്ങൾക്കൊരു ധൈര്യം ലഭിക്കും. എവിടെയും നിങ്ങൾ തകരില്ല. ഈ ദുആ പഠിച്ചു കഴിഞ്ഞാൽ, ഈ ദുആ നിങ്ങൾ നിർബന്ധമായിട്ടും ജീവിതത്തിൽ പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. കാരണം ജീവിതമാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. നമുക്ക് ഓരോ ദിവസവും ഒന്നല്ലെങ്കിൽ മറ്റൊന്നായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. പല പ്രയാസങ്ങളും വന്നുകൊണ്ടേയിരിക്കും. അത് സാമ്പത്തികമായിട്ട് വരും, ശാരീരികമായിട്ട് വരും, മാനസികമായിട്ട് വരും. മാത്രമല്ല നമ്മുടെ ഭർത്താവ് കാരണം വരും, നമ്മുടെ ഭാര്യ കാരണം വരും, നമ്മുടെ മക്കൾ കാരണം വരും. മാത്രമല്ല അതുപോലെ മറ്റുള്ള ജനങ്ങൾ കാരണം വരും. ഇങ്ങനെ തുടങ്ങിയ പല കാരണങ്ങൾ കൊണ്ടും ചില സമയത്ത് നമുക്ക് നമ്മുടെ മനസ്സ് തന്നെ തകർന്നു പോയി, ജീവിതം തന്നെ മടുത്തുപോയി, പല വേണ്ടാത്ത ചിന്തകളിലേക്കും പ്രവൃത്തികളിലേക്കും ശൈത്താൻ നമ്മെ എത്തിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മൾ കടുങ്കൈ ചെയ്താൽ, നമ്മൾ നമ്മുടെ ജീവിതം നശിപ്പിച്ച് കളഞ്ഞാൽ, നമ്മൾ ആത്മാർത്ഥ്യ ചെയ്ത് കളഞ്ഞാൽ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് പിന്നീട് ഈമാനില്ലാത്ത മരണമാണ് സംഭവിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ അത്തരത്തിലുള്ള പരിശുദ്ധ ഇസ്ലാം ഹറാമാക്കിയ മാർഗങ്ങൾ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. എന്നാൽ നമ്മൾ അറിയാതെ ചെയ്തു പോകും. ശൈത്താൻ നമ്മെ അതിലേക്ക് എത്തിക്കും. എന്നാൽ ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ദുആ ഒരു വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശൈത്താനും നിങ്ങളെ അത്തരത്തിലുള്ള ചിന്തയിലേക്കും പ്രവൃത്തിയിലേക്കും കൊണ്ടുപോകാൻ ശൈത്താൻ സാധിക്കില്ല. കാരണം ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ മനസ്സിനൊരു വലിയ മനക്കരുത്ത് തരും, വലിയൊരു ധൈര്യം തരും. എത്ര വലിയ പ്രശ്നമാണെങ്കിലും പ്രയാസമാണെങ്കിലും അതിനെ നേരിടാനുള്ള ഒരു മനക്കരുത്തും ചങ്കൂറ്റവും അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദുആ ചൊല്ലുന്നതിലൂടെ നിങ്ങൾക്ക് നൽകും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈമാൻ നഷ്ടപ്പെടുന്ന, പരിശുദ്ധ ഇസ്ലാം ഹറാമാക്കിയ പ്രവൃത്തികളിലേക്കും ചിന്തകളിലേക്കും മറ്റ് ലഹരികളിലേക്കും ഒന്നും നിങ്ങൾ പോകില്ല. അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ രക്ഷപ്പെടുത്തും അതിൽ നിന്നൊക്കെ. അതുകൊണ്ട് തന്നെ ഈ ദുആ നിങ്ങൾ നിർബന്ധമായിട്ടും ജീവിതത്തിൽ പഠിച്ചിരിക്കണമെന്ന് ഞാൻ പ്രത്യേകം പറയാൻ കാരണം ഇതാണ്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെയും ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരാണ്, ഒരുപാട് ആവശ്യങ്ങളുള്ളവരാണ് നാമൊക്കെ. ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എന്നാൽ അതൊക്കെയും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നടക്കുന്നില്ല, നിറവേറി കിട്ടുന്നില്ല. നമ്മൾ ഉദ്ദേശിച്ച ഒരു കാര്യവും നടക്കുന്നില്ല. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ കാര്യങ്ങൾ നടന്നു കിട്ടാൻ, നിങ്ങളുടെ പ്രയാസങ്ങൾ മാറാൻ, നിങ്ങളുടെ മുറാദ് ഹാസിലാകാൻ നിങ്ങൾ ഈ ദുആ ഒരു വട്ടം ചൊല്ലിയാൽ മതി. നിങ്ങൾ ആ കാര്യം മനസ്സിൽ കരുതി കണ്ണടച്ചുകൊണ്ട് എല്ലാം റബ്ബ് സുബ്ഹാനഹു തആലയിലേക്ക് വരമേൽപ്പിച്ചുകൊണ്ട് നല്ല വിശ്വാസത്തോടുകൂടി, നല്ല ഇഖ്ലാസോടുകൂടി കണ്ണടച്ചുകൊണ്ട് നിങ്ങളുടെ ആവശ്യം മനസ്സിൽ കരുതി ഈ ദുആ നിങ്ങൾ ഒരു വട്ടം ചൊല്ലി നോക്കൂ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങളുടെ ആവശ്യം, നിങ്ങളുടെ ഉദ്ദേശം റബ്ബ് സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നിറവേറ്റി തരുന്നതാണ്. അതിൽ നിങ്ങൾ ഒരിക്കലും സംശയിക്കേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ പതിവാക്കിയ ഒരു ദുആയാണ് ഇത്. പ്രയാസങ്ങൾ വരുന്ന സമയത്തും ആഗ്രഹങ്ങൾ നടന്നു കിട്ടാനുണ്ടാകുന്ന സമയത്തൊക്കെ ഈ ദുആയാണ് നമ്മുടെ നബി മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലിയിരുന്നത്. അതുകൊണ്ട് ധൈര്യത്തോടുകൂടി നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടാൻ ഈ ദുആ ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദുആയുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റി തരട്ടെ. നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അല്ലാഹു സുബ്ഹാനഹു തആല നിറവേറ്റി തരട്ടെ. ജീവിതത്തിൽ അല്ലാഹു നമ്മെ വിജയിപ്പിക്കട്ടെ. ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ വിജയിപ്പിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി ഞാൻ നിങ്ങൾക്ക് ആ ദുആ ഏതാണെന്ന് പറഞ്ഞു തരാം. ഈ ദുആ പലർക്കും അറിയാവുന്ന ഒരു ദുആയാണ്.
മാത്രമല്ല പലരും ഇത് ജീവിതത്തിൽ പതിവായി ഒരു വട്ടമെങ്കിലും ചൊല്ലുന്ന ഒരു ദ്വയാണ്. ഈ ദ്വാ ചൊല്ലുന്നവരുടെ ജീവിതം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. അവരുടെ ജീവിതത്തിൽ എന്നും അവർക്ക് സമാധാനമായിരിക്കും. ഒരു ടെൻഷനും അവർക്കുണ്ടാകില്ല. അവർക്ക് എത്ര വലിയ ടെൻഷൻ ഉണ്ടെങ്കിലും എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും അത് അവർ സിമ്പിളായിട്ട് അത് നേരിടും. അത് കാണുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നും. അവരൊക്കെ എത്ര വലിയ കഴിവുള്ളവരാണ്, മനക്കരുത്തുള്ളവരാണ് എന്നൊക്കെ. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതിന് കാരണം അവർ ഈ ദുആ ദിവസവും പതിവായി ചൊല്ലുന്നവരായിരിക്കും. നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയും പ്രയാസവും ദുഃഖവും മറികടക്കാനുള്ള പവർ ഈ ദുആക്കുണ്ട്. അതായത് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, സ്വന്തമായിട്ട് വീടില്ലാത്തവർ, വിവാഹം ശരിയാകാത്തവർ, മക്കളില്ലാത്തവർ, സ്വന്തമായിട്ട് ജോലിയില്ലാത്തവർ, സ്വന്തം പ്രിയപ്പെട്ടവർ മരണപ്പെട്ടവർ, ഭർത്താവ് ഉപേക്ഷിച്ചവർ, അതുപോലെ ഭാര്യ ഉപേക്ഷിച്ചു പോയവർ, ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ, നമ്മുടെ ആഗ്രഹങ്ങൾ ഉദ്ദേശങ്ങൾ നിറവേറിക്കിട്ടാൻ ഈ ഒരു ദുആ നിങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ മതി. പെട്ടെന്ന് ഫലം കിട്ടുന്ന വലിയ മഹത്വമുള്ള ഒരു ശ്രേഷ്ഠതയേറിയ ഒരു ദുആയാണ് ഇത്. ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ഒരു ദുആ എല്ലാ ദിവസവും നിർബന്ധമായിട്ടും പതിവാക്കണം. എന്നാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ്, നിങ്ങളുടെ പ്രസവം വരെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ കാക്കും. അള്ളാഹുവിൻ്റെ കാവൽ എപ്പോഴും നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല സുഖപ്രസവം അല്ലാഹു സുബ്ഹാനഹു തആല നൽകും. റാഹത്താകും നിങ്ങളുടെ പ്രസവം. ഇനി ഞാൻ നിങ്ങൾക്ക് ആ ചൊല്ലേണ്ട ദുആ ഉൽ കർബ് എന്ന ആ ദുആ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അർത്ഥസഹിതം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ ഒരു വെള്ള പേപ്പറിലേക്ക് എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുകയോ നിങ്ങൾ ചെയ്യുക. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർശിൽ കരീം. ഈ ദുആയാണ് ദുആ ഉൽ കർബ്. ഇനി ഞാൻ ഇതിൻ്റെ അർത്ഥം വ്യക്തമായി പറഞ്ഞു തരാം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, സഹനശീലനും മഹാനുമായ അല്ലാഹുവല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, മഹത്തായ അർശിൻ്റെ രക്ഷിതാവായ അല്ലാഹുവല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർശിൽ കരീം, മഹത്തായ അർശിൻ്റെയും ആകാശഭൂമികളുടെയും രക്ഷിതാവായ അല്ലാഹുവല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല. ഇതാണ് ഈ ദുആയുടെ അർത്ഥം വരുന്നത്. ഈ ദുആ ഏതൊരാൾക്കും ചൊല്ലാനും അത് മനഃപ്പാഠമാക്കാനും വളരെ ഈസിയാണ്. ചെറിയൊരു ദുആയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ദുആ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുന്ന സമയത്ത്, പ്രശ്നങ്ങൾ വരുന്ന സമയത്ത്, അപകടങ്ങൾ വരും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത്, അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ, നിങ്ങളുടെ ഉദ്ദേശങ്ങൾ നടന്നു കിട്ടാൻ, അതുപോലെ ജീവിതത്തിൽ തകർന്നിരിക്കുന്ന സമയത്ത്, ആരാരും ഇനി കൂട്ടിനില്ല, സഹായത്തിനില്ല, ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നുന്ന സമയത്തൊക്കെ നിങ്ങൾ ഈ ദുആ ഒരു വട്ടം നല്ല മനസ്സോടുകൂടിയും ഇഖ്ലാസോടുകൂടിയും നിങ്ങളുടെ ആവശ്യം മനസ്സിൽ കരുതി നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടും, നിങ്ങളുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും. നിങ്ങൾക്ക് നല്ല ആത്മവിശ്വാസവും മനോധൈര്യവും നല്ലൊരു മനക്കരുത്തും ഏത് കാര്യവും നേരിടാനുള്ള ഒരു ധൈര്യവും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകും. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കാവൽ എപ്പോഴും നിങ്ങൾക്കുണ്ടാവുകയും ചെയ്യും. എന്നാൽ ഈ പരിശുദ്ധമായ റജബ് മാസം ഇന്ന് രാത്രി നിങ്ങൾ
മഗ്‌രിബിൻ്റെ ശേഷം മറക്കാതെ ഈ ഒരു പ്രാർത്ഥന, ഈ ഒരു ദുആ നിങ്ങൾ ഒരു വട്ടം ചൊല്ലിക്കൊണ്ട് നിങ്ങളുടെ എന്ത് ആഗ്രഹമാണോ, ആവശ്യമാണോ നിങ്ങൾക്ക് നിറവേറിക്കിട്ടേണ്ടത്, എന്ത് പ്രയാസമാണോ നിങ്ങൾക്ക് മാറിക്കിട്ടേണ്ടത്, എന്ത് ഉദ്ദേശമാണോ നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ടത്, അത് നിങ്ങൾ സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു തആലയോട് പറയുക. എന്നാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ദുആ സ്വീകരിക്കുകയും നിങ്ങളുടെ മുറാദ്, നിങ്ങളുടെ ആഗ്രഹം അല്ലാഹു സുബ്ഹാനഹു തആല നിറവേറ്റി തരുകയും ചെയ്യും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു തആല ദുആക്ക് ഇജാബത്ത് നൽകുന്ന, അവൻ്റെ അടിമകൾക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുന്ന ഒരു മാസമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ ഈ ആദ്യത്തെ 10 തന്നെ നിങ്ങൾ മറക്കാതെ ഈ ദുആ, ഈ പ്രാർത്ഥന നിങ്ങൾ ഒരു വട്ടം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. എല്ലാ ദിവസവും നിങ്ങൾ ഇത് ഒരു പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു കാര്യങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുണ്ടാകില്ല, ഒരു പ്രയാസവും നിങ്ങൾക്കുണ്ടാകില്ല, ഒരു ടെൻഷൻ ഉണ്ടാകില്ല. എപ്പോഴും സന്തോഷവും സമാധാനവുമായിരിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങളുടെ മുഖമൊക്കെ ഒരു തിളക്കമുണ്ടാകും. കാരണം നമ്മുടെ മനസ്സ് സന്തോഷമുണ്ടാകുന്ന സമയത്താണ് നമ്മുടെ മുഖത്തിനൊക്കെ ഒരു തിളക്കം വരിക. എപ്പോഴും ടെൻഷൻ അടിച്ച് പ്രയാസപ്പെട്ട് നടക്കുന്നവരുടെ മുഖത്തിന് ഇനി എത്ര സൗന്ദര്യമുണ്ടെങ്കിലും, എത്ര നിറമുള്ള മുഖമാണെങ്കിലും ആ മുഖം കാണാനൊരു ചന്തമുണ്ടാകില്ല, ഒരു തെളിച്ചമോ ഒരു വെളിച്ചമോ അവരുടെ മുഖത്തുണ്ടാകില്ല. എന്നാൽ ഇനി സൗന്ദര്യം കുറഞ്ഞ ആളുകളാണെങ്കിലും അവരുടെ മനസ്സിനെപ്പോഴും സന്തോഷവും സമാധാനവും റാഹത്തുമാണെങ്കിൽ, അവർക്ക് അവരുടെ ജീവിതം ആനന്ദമാണെങ്കിൽ, അവരുടെ മുഖം കറുത്തതാണെങ്കിലും അവരുടെ മുഖത്ത് എപ്പോഴും ഒരു ചന്തമുണ്ടാകും, ഒരു പുഞ്ചിരി വിരിയും, ഒരു നല്ല സൗന്ദര്യമുള്ള ഒരു മുഖമായിരിക്കും അവർക്കുണ്ടാകുക, ഒരു പ്രകാശം, ഒരു തെളിച്ചം അവരുടെ മുഖത്തുണ്ടാകും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ഒരു ദുആ നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ പതിവായി ഒരു വട്ടമെങ്കിലും നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസമുണ്ടാകില്ല. നിങ്ങളുടെ മനസ്സെപ്പോഴും സന്തോഷവും സമാധാനവുമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുഖത്തിൻ്റെ സൗന്ദര്യം വരെ വർദ്ധിക്കും. അത്രക്കും വലിയ മഹത്വമുള്ള, വലിയ അത്ഭുതം നിറഞ്ഞ ഒരു ദുആയാണിത്. ആരും തന്നെ ഈ ദുആ ജീവിതത്തിൽ ചൊല്ലാതെ പോകല്ലേ. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഈ ദുആ ജീവിതത്തിൽ ചൊല്ലാതെ പോകുന്നവർക്ക് തീരാ നഷ്ടമാണ്. ജീവിതത്തിൽ അവർക്കുണ്ടാകുന്ന വലിയ ഒരു നഷ്ടമാണ് അത്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദുആ എല്ലാ ദിവസവും നമുക്ക് ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകട്ടെ. നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അല്ലാഹു സുബ്ഹാനഹു തആല നിറവേറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.